കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ 2025 ജനുവരി മാസം 13 മുതൽ 25 വരെ സംസ്ഥാനത്ത് വ്യാപാര മേഖലയും വ്യാവസായിക മേഖലയും ഒത്തുവരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയ്ക്കുമേൽ 18% അധിക നികുതി ഏർപ്പെടുത്താനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എല്ലാ വ്യാപാരികൾക്കും ഗുണകരമാകുന്ന രീതിയിൽ പൂർണ്ണമായും പിൻവലിക്കുക, വഴിയോര വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, വിലക്കയറ്റം തടയുക, കേന്ദ്ര ഗവൺമെന്റ് വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക, വികസനാവശ്യങ്ങൾക്കായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് മതിയായ പുനരധിവാസവും നഷ്ടപരിഹാരവും നിയമവിധേയമായി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, വാടക നിയന്ത്രണ നിയമം അടിയന്തരമായി പാസാക്കി അതിന്റെ പരിരക്ഷ എല്ലാ വാടകക്കാരായിട്ടുള്ള വ്യാപാരികൾക്കും പൂർണ്ണമായും ഉറപ്പുവരുത്തുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട 14 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനുവരി മാസം 13-ാം തീയതി കാസർഗോഡ് നിന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ VKC മുഹമ്മദ് കോയ XMLA ജാഥയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കും. നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലായി 80 കേന്ദ്രങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. ജാഥയുടെ സമാപനം ജനുവരി മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നടക്കുന്ന റാലിയോട് കൂടിയിട്ടാണ് ജാഥ സമാപിക്കുന്നത്. ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം കേരളത്തിന്റെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടറി ക്യാപ്റ്റനായിട്ടുള്ള ജാഥയിൽ സംസ്ഥാന ട്രഷറർ ശ്രീ B ഗോപിനാഥ് വൈസ് ക്യാപ്റ്റനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ S ദിനേശ് മാനേജരുമായിരിക്കും. സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശ്രീ KM ലെനിൻ, ശ്രീ B പാപ്പച്ചൻ, ശ്രീ MB അബ്ദുൽ ഗഫൂർ, ശ്രീ മിൽട്ടൻ J തലക്കോട്ടൂർ, ശ്രീ R രാധാകൃഷ്ണൻ, ശ്രീമതി സീനത്ത് ഇസ്മയിൽ എന്നിവർ സ്ഥിരാംഗങ്ങളായി പങ്കെടുക്കുന്നതാണ്. ഈ ജാഥ വിജയിപ്പിക്കാൻ, ഈ ജാഥയുടെ സന്ദേശം ഏറ്റെടുക്കാൻ, ഇത് പൊതു സമൂഹത്തോടൊപ്പം ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും സഹകരണവും കേരളത്തിലെ വ്യാപാര ചെറുകിട വ്യവസായ മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.